നമസ്കാരം. പുതുതായി റിലീസാകുവാൻ പോകുന്ന മാനസാന്തരപ്പെട്ട SD എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഇന്ന് അതിഥിയായിട്ട് ഇന്നത്തെ സിനിമയിൽ പങ്കുകൊള്ളാൻ എത്തിയിരിക്കുന്നത്. അരുൺ ഓമന സദാനന്ദൻ. സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നമസ്കാരം. മാനസാന്തരപ്പെട്ട SD പല വ്യത്യസ്ത എന്താ പറയുക, പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ ഒരു ടൈറ്റിൽ എന്ന് എല്ലാവർക്കും ഒരു അതിഭാവുകത്വമുള്ളൊരു ടൈറ്റിലല്ലേ മാനസാന്തരപ്പെട്ട SD. ഇപ്പോഴത്തെ ഈ ബൈക്കിൽ എൻഫീൽഡ് SD തുടങ്ങിയ മുതലായ ബൈക്കുകൾ 60-70 കാലഘട്ടങ്ങൾ യുവാക്കളുടെ പ്രിയമായിരുന്നു. അത് വീണ്ടും 30 വർഷം ശേഷം കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് വന്നു. ഇപ്പം എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങുന്നു എൻഫീൽഡ് SD. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയമാണോ ചിത്രത്തിലൂടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അതെ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു കീ ചെയിനോ അങ്ങനെ പറയുന്ന കുറച്ച് വസ്തുക്കൾ 24 മണിക്കൂർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പല ജീവിത ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ പ്രധാനമായും ചെത്തനാപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെയും പീലിപ്പോസ് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു 18 കൊല്ലത്തെ ജീവിതത്തിലൂടെയാണ് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഇവരുടെ ഒപ്പം ഈ ബൈക്കും ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു പരിണാമത്തിന് ഈ SD ആണ് പ്രധാന സാക്ഷിയാവുന്നത്. ആ SD-യിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയ്ക്കകത്ത് ഒരു ഫാൻറ്റസി എലമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ മാനസാന്തരപ്പെട്ട SD എന്ന് വന്നേക്കുന്നത്. ശരിക്കും SD-ക്കും പീലിപ്പോസിനും ചെത്തനാപ്പിക്കും ഒരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ട് സിനിമയിൽ. അതങ്ങനെയാണ് ഇപ്പോൾ പേരിലേക്ക് എത്തുന്നത്. താങ്കൾ തന്നെയാണല്ലോ രചനയും? അതെ അല്ലേ, രചനയും അതിൻ്റെ എഡിറ്റിങ്ങും ഏറെക്കുറെ നിർവഹിച്ചിട്ടുണ്ട്. അതെ, ഞാനും ജിതിൻ മോഹൻ എന്ന് പറയുന്ന ഒരു പയ്യനും കൂടെയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് എഡിറ്റ് ചെയ്തേക്കുന്നത്. ജിതിൻ ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു, അഖിലായിരുന്നു ഇതിൻ്റെ ക്യാമറമാൻ, ബൈജു ധർമ്മജൻ എന്ന് പറയുന്ന ബൈച്ചേണാണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ ഈ പടത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ്. പിന്നെ അഭിനയത്തിലും ധാരാളം പുതുമുഖങ്ങൾ, ആക്ട് ലാബ് എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത ഒരു 20ഓളം പുതുമുഖങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അതെ. പിന്നെ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള ചിത്രങ്ങൾ ശ്രദ്ധേയമായ അഭിനയം കാഴ്ച P. ബാലേന്ദ്ര സാർ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചിത്രങ്ങളെല്ലാം അങ്ങേര് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ആർട്ടിസ്റ്റാണ്. മേഘരൂപൻ എന്ന ചിത്രത്തിന് സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ ചേർത്തല അജയൻ, അവരുടെ ആ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയും. അതെ, P. ബാലേന്ദ്രൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളടക്കത്തിൻ്റെ രചയിതാവായിട്ടാണ്. അതൊക്കെ ഞാൻ സിനിമ കണ്ടു വളരുന്ന കാലഘട്ടത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച, എനിക്കിഷ്ടപ്പെട്ട സിനിമകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ പവിത്രം പോലുള്ള സിനിമകൾ, പിന്നെ ഒരു വായനയുടെ കാലഘട്ടം തുടങ്ങിയപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. പിന്നെ മേഘരൂപൻ്റെ സംവിധായകൻ. ഇങ്ങനെയുള്ള പല ഇതിലൂടെ കടന്നു വന്നിട്ട് ഈ പറയുന്ന ട്രിവാൻഡ്രം ലോഡ്ജ് കാണുമ്പോൾ എന്നെപ്പോലുള്ളവർക്കൊരു ഞെട്ടലായിരുന്നു. കാരണം ഇദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളാണെന്ന് അറിയാമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള അഭിനയം നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കിന് അദ്ദേഹത്തിനൊരു എനർജി ലെവൽ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ക്രീനിൽ. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അനിയൻ വേണമെന്നുണ്ടായിരുന്നു. അനിയൻ കുറച്ചുകൂടെ മിതഭാഷിയും കുറച്ചുകൂടെ തണുപ്പനുമായിരിക്കണം. അതായത് ഈ ചേട്ടൻ ഒരു എടുത്തിയാട്ടക്കാരനാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് അനിയൻ കുറച്ചൊരു തണുപ്പനായിരിക്കണമെന്നുണ്ടായിരുന്നു. അതിന് പക്ഷെങ്കിൽ അത് വളരെ അഭിനയ സാധ്യതയുള്ളൊരു വേഷമാണ്. അങ്ങനെയാണ് ഞാൻ ജയൻ ചേട്ടനിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആകാരം കൊണ്ടൊക്കെ ആവാം എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുള്ളൊരു നടനാണ് ജയൻ ചേർത്തല ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ധാരാളം നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടിയും വരും. അപ്പം അദ്ദേഹം നമ്മുടെ സിനിമയിൽ വളരെ സട്ടിലായിട്ട് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മൂന്നാമത് നമുക്ക് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ആൾ നമ്മുടെ പടത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ പടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുള്ളൂ. അപ്പോൾ ഒരു പുതുമുഖമാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മറന്നുപോകും. 1ാം സീൻ കഴിഞ്ഞിട്ട് പിന്നെ 19ാം സീനിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അത് കാരണം വളരെ പോപ്പുലറായിട്ടുള്ള, അതേസമയം വളരെയധികം ഭരിതമായ ഒരു ക്യാരക്ടറിനെ അഭിനയിക്കാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നത്. എനിക്ക് ഇന്നത്തെ മലയാളത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ് ശ്രീ ഇന്ദ്രൻസ് എന്ന് ഞാൻ പറയും. ഗംഭീരമായ വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ് അവാർഡ് സമയത്ത് ചില കാര്യങ്ങൾ വളരെ എന്താ പറയുന്നത്, അതെ കഴിഞ്ഞ വർഷം, അതെ ഈ വർഷം അമീബ എന്ന് പറയുന്ന ചിത്രത്തിൽ മൺറോ തുരുത്തിലൊക്കെ ഗംഭീര അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പക്ഷെങ്കിൽ അവസാനം മികച്ച നടനെ തിരഞ്ഞെടുത്തപ്പോൾ പുറകോട്ട് പോയി. അത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഇന്നത്തെ മലയാള സിനിമയിലെ ഒരു നടനാണ് ശ്രീ ഇന്ദ്രൻസ് ചേട്ടൻ. അദ്ദേഹം നമ്മുടെ ഒരു വളരെ ചെറിയ പടമായിരുന്നെങ്കിൽ ഗംഭീരമായിട്ട് സഹകരിച്ചു. ഈ 3 പേരാണ് നമ്മൾ സ്ഥിരം കാണുന്ന ആളുകൾ. പിന്നെ അഭിനയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ശാരദ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ശാരദ ചേച്ചി ഇപ്പം നമ്മുടെ സല്ലാപത്തിൽ, അതെ അതെ അപ്പം ആ ചേച്ചിയാണെങ്കിലും ഒരു ചെറിയ വേഷം, ഒരു നാട്ടുമ്പുറത്തുകാരുടെ വേഷം നമ്മുടെ പടത്തിൽ ചെയ്തിരുന്നു. പിന്നെ ശിവദാസ് മട്ടന്നൂർ എന്ന് പറഞ്ഞ കോമഡി ചെയ്യുന്ന നല്ലൊരു നടൻ കൂടിയാണ്, നല്ലൊരു സുഹൃത്തുമാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ജെയിംസ് ഏലിയ, അദ്ദേഹം
നാടകത്തിലൂടെ വന്നതാണ്. ഞാൻ സ്റ്റീവ് ലോപ്പസിലൂടെ സിനിമയിൽ വന്ന അദ്ദേഹം നമ്മുടെ ഒരു പ്രധാന നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പുണ്ണി ശശി എന്ന് പറഞ്ഞ് കുളൂർ മാഷിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹവും ഹരീഷ് പേരാടിയുടെ ചേർന്ന ഒരു അപ്പുണ്ണി സീരീസ് 3500ഓളം വേദികളിൽ കളിച്ച ഒരു നാടക നടനാണ് അദ്ദേഹം. ഇപ്പോൾ ധാരാളം സിനിമകളിൽ കാണാം അദ്ദേഹത്തിനെ. ഇത്രയും നാടകത്തിൽ നിന്ന് ഇവരാണ് പ്രധാനമായിട്ടും വന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സജീവ് സാർ നടത്തുന്ന ആക്ട് ലാബ് എന്ന് പറഞ്ഞ കാക്കനാട് ആക്ടിംഗ് സ്കൂളിൽ നിന്നും ഒരു 20ഓളം പുതുമുഖങ്ങൾ. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മാനസാന്തരപ്പെട്ട STയുടെ ഫ്ലെക്സ് കാണുമ്പോൾ തന്നെ പ്രത്യേകമായൊരു റൈറ്റിങ്സ് എഴുതിപ്പെട്ടിന് ഒരു പ്രത്യേക ലിപിയിൽ എഴുതിയത്, അതുപോലെ തന്നെ ട്രെയിലറിൽ ആ പ്രൊമോസിൽ കാണുന്ന വ്യത്യസ്തമായ ആ ഒരു ഡയലോഗുകൾ സാധാരണയായി നമ്മൾ പറയുന്നൊരു സാധനം അല്ലേ, അത്തരം ഒരു നർമ്മപരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ശരിക്കും ഒരു തുടക്കക്കാരനെന്ന രീതിയിൽ അത്തരം യൂത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡയലോഗുകളും ഒക്കെ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ്. അതിലേക്ക് വന്നതിനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ പഠിച്ചത് വിദേശത്താണ്, ജോലി ചെയ്തതും വിദേശത്താണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2002 ശേഷം ഒരു 10ഓളം വർഷം ഞാൻ കേരളത്തിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് സിനിമ പഠിക്കാനായിട്ടും US പോയി ഹോളിവുഡിൽ ഒരു ആക്ടിംഗ് സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എന്ന് പറയുമ്പോഴും നമ്മളൊരു എഴുതാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും, അതിപ്പം ഗ്രാമമാണോ എന്ന് നിർബന്ധമില്ല, ഇപ്പം നമുക്കൊരു അർബൻ ബേസ്ഡ് റൈറ്ററും ആകാം. ഇപ്പം വേണമെങ്കിൽ എൻ്റെ കഥകളെല്ലാം കൊച്ചിയിൽ നടക്കാം. പക്ഷേങ്കിൽ എഴുത്തിനെക്കുറിച്ച് എന്താ പറയുന്നത്, ആശാന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മണ്ണിൽ അതിനൊരു വേരുണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിലാണ് പ്രേക്ഷകർക്ക് കൺവേ ചെയ്യപ്പെടാതെ പോകുന്നത്. ഇപ്പോൾ ഭാരതിരാജ സാറിൻ്റെ സിനിമകൾ തമിഴിൽ അദ്ദേഹം എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാമം ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതെ, അതേസമയം ഇപ്പോൾ പുതിയ വരുന്ന ഇപ്പോൾ കാതലും കടന്നു പോകും എന്ന് പറഞ്ഞ ഒരാഴ്ച മുമ്പ് റിലീസായ ഒരു പടമുണ്ട്. അത് സംവിധാനം ചെയ്ത നളൻ എന്ന് പറയുന്നത് മികച്ച ഒരു സംവിധായകനാണ് തമിഴിലെ. പക്ഷേ നളൻ്റെ സിനിമകളെല്ലാം തന്നെ ചെന്നൈ ബേസ്ഡാണ്. കാരണം നളൻ ജീവിക്കുന്നതും വളർന്നതും എല്ലാം ആ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ സിനിമകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത് അവരുടെ കഥകൾ ഏതോ ഒരു മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ എന്താ പറയുന്നത്, ഗൾഫ് ജീവിതം, അതിനു മുമ്പ് ഓസ്ട്രേലിയൻ ജീവിതം, പിന്നെ US ജീവിതം, ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴും എപ്പോഴും എൻ്റെ മണ്ണെന്ന് പറയാനായിട്ട് ഞാൻ ആ മെഴുവേലിയിൽ ആ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എൻ്റെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 97 കാലഘട്ടത്തിലെ എൻ്റെ ഒരു നാടിനെയാണ് ഞാൻ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പം സംഭാഷണങ്ങളിലാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടാ ഉവേ എന്ന് വിളിക്കുക. ആ എടാ എന്ന് പറയുന്നത് ഒട്ടും തെറ്റായ ഒന്നുമല്ല, നാട്ടുമ്പുറമാണ് ഭാഷ. ചിലപ്പോൾ ഇച്ചിരി പ്രായം കുറഞ്ഞ ആൾ പ്രായം കൂടിയ ആളിനെ എടാ ഉവേ എന്ന് വിളിച്ചെന്നിരിക്കും, സമപ്രായക്കാർ തന്നെ വിളിച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേര് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ആ കുറേ കൂടെ എന്താ പറയുക, ഈ നർമ്മ പ്രാധാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നർമ്മരസത്തിലുള്ള ഡയലോഗ് വരുന്നതൊക്കെ. പക്ഷേങ്കിൽ ഒരു സമയത്ത് പോലും നമ്മൾ ഈ ഒരു അസഭ്യം അല്ലെങ്കിൽ ഒരു അശ്ലീലം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടില്ല. സഭ്യമായ ചിരി. ഇപ്പോൾ ഈ സിനിമ തന്നെ സിനിമയുടെ ആദ്യം ഞാൻ സ്മരിച്ചേക്കുന്ന അതെന്ന് പറയുന്നത് കലാഭവൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിനെയാണ്. കാരണം ഞാനൊക്കെ കലാഭവൻ്റെ ധാരാളം കാസറ്റുകൾ കണ്ടു വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. കലാഭവൻ്റെയൊക്കെ ഒരു 90കളിലെ ഒരു മിമിക്രി കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്തൊരു ചിരിപ്പിക്കാൻ വേണ്ടി ഒരു അശ്ലീലമോ ഒരു അസഭ്യമോ അവരോട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പിന്നീടാണല്ലോ മലയാളിയുടെ ചിരി തന്നെ മാറുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഈ അശ്ലീലവും സ്വല്പം അശ്ലീലമൊക്കെ ഉണ്ടെങ്കിലേ ചിരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലാണ് ഈ സിനിമയിലെ നർമ്മം വന്നിരിക്കുന്നത്. പിന്നെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഋഷി എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ചെയ്തത്. അദ്ദേഹം ഇവിടെ മഹാരാജ് കോളേജിൽ പഠിച്ചതാണ്. പഠിക്കുന്ന സമയത്ത് കലാതിലകവും ഒക്കെ ആയിരുന്നു, ഫിലിം റിവ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഋഷിയുടെ ആദ്യത്തെ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പ്രാവശ്യം നമ്മൾ പോസ്റ്ററിൽ നോക്കണം, വായിക്കാൻ കുറച്ച് സമയമെടുക്കണം. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ സ്ഥിരം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ്ടുകളിൽ നിന്ന് മാറി സ്വന്തമായിട്ട് നമുക്ക് വരച്ചുണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതും അങ്ങനെയാണ് വരച്ചതെടുത്തത്. പിന്നെ മലയാളത്തിൽ ഇതിനു മുമ്പ് ഇലിസ്ട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഇലിസ്ട്രേഷൻ പോസ്റ്ററുകൾ 100% ഇലിസ്ട്രേഷൻ പോസ്റ്റേഴ്സായിട്ട് പോയ ഒരു സിനിമയും നമ്മുടേതാണെന്ന് പറയാൻ പറ്റും. കാരണം എല്ലാം വരച്ചതാണ്. ഇതുവരെ ഒന്നും നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റിൽസ് വെട്ടി ഒട്ടിച്ചൊരു സ്റ്റൈലിലേക്ക് പോയില്ല. എല്ലാ പോസ്റ്റേഴ്സും തന്നെ
വരച്ച പോസ്റ്റേഴ്സ്. ഹെൽമെറ്റ് ഇട്ട് കുറെ യുവാക്കൾ. അതെ അതെ, എല്ലാവരെയും നമ്മൾ വരച്ച രീതിയിൽ അതെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ശരാശരി ഒരു വലിയ സ്റ്റാറിൻ്റെ പടത്തിന് ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റോളം ഫ്ലെക്സ് അടിക്കുന്നുണ്ട് ഓൾ കേരള. ഇപ്പോൾ എൻ്റെ പടത്തിനെന്ന് പറഞ്ഞാൽ 25,000 സ്ക്വയർ ഫീറ്റാണ് ഞാൻ അടിച്ചേക്കുന്നത്. അപ്പോൾ 25,000 സ്ക്വയർ ഫീറ്റ് മത്സരിക്കുന്നത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിനോടാണ് അല്ലേ. അപ്പോൾ നമ്മൾ 10 ഫ്ലെക്സേ വെച്ചുള്ളെങ്കിലും ആ 10 ഫ്ലെക്സിന് വിസിബിലിറ്റി ഉണ്ടായിരിക്കണം, 10 പേര് കാണണം, കണ്ടാൽ ശ്രദ്ധിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ അത് സത്യം പറഞ്ഞാൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ കഞ്ഞിക്കോളം എന്ന് പറയുന്ന ഒറ്റൊരിടത്തെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, കോയമ്പത്തൂരിന് പോയ 2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു, എടാ കണ്ടടാന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, റീച്ച് ആയെന്നുള്ള ഒരു സന്തോഷം ഇതിൻ്റെ ഇടയിൽ. അതുപോലെ തന്നെ ഈ മനസാന്തരപ്പെട്ട എസ് ഡി എന്ന് പറഞ്ഞാൽ എസ് ഡി പോലുള്ള 2 വീലറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കഥ പറയുമ്പോൾ ഒരു അടുത്ത ആഴ്ച ചിത്രം തിയേറ്ററിൽ എത്താനിരിക്കെ ഒരു ആശങ്കയുണ്ടോ ഇതിന് ന്യൂ ജനറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും എത്തരത്തിൽ വരും എന്നൊരു പ്രതീക്ഷയുണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത്യാവശ്യം കുറേ ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ തന്നെ സുഹൃത്തുക്കളാവുന്ന ഇതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് പല മേഖലയിലുള്ള പുതിയ ധാരാളം സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്, ഇത് കേട്ട് അറിഞ്ഞൊക്കെ വന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് പടം നമ്മൾ ഇറക്കുമ്പോൾ, അടുത്ത ശനിയാഴ്ച നമ്മുടെ പടം ഇറങ്ങുമ്പോൾ അത്യാവശ്യം 1-ാം ദിവസം കാണാൻ കുറച്ച് ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഞാൻ ആദ്യം മുതലേ ഞാൻ വിശ്വസിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 12 മണിയുടെയും 3 മണിയുടെയും ഷോ കഴിയുമ്പോഴത്തേക്കിനായിരിക്കും നിങ്ങളെപ്പോൾ ഉള്ളൊരു കണ്ടവർ പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ പിന്നെ ആൾ വന്നോളും എന്നുള്ള ഒരു തികഞ്ഞ വിശ്വാസത്തിലാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു കോമഡി പടം എടുക്കുക. ഒരു കോമഡി പടം ഇപ്പോൾ ഭായി ഒരു കോമഡി പടം കണ്ടിട്ട് എന്നോട് പറയും, ഇടാ നല്ല കോമഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മാറ്റി വെക്കത്തില്ല, ഞാൻ ഉടനെ പോയി കാണും. പക്ഷേ എന്നോട് പറയുകയാണ് നല്ല കഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ, നമ്മുടെ ഒരു മലയാള പ്രേക്ഷകൻ അല്ലെ ഒരു സിനിമാ പ്രേക്ഷകൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ ഒരു സൈക്കോളജി എങ്ങനെയാണ്, നല്ല കഥയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം അല്ലെ DVD വരട്ടെ എന്നുള്ളൊരു തള്ളൽ വരും. ഒരു ഉഗ്രൻ കോമഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് കിട്ടുന്ന ചാൻസിൽ പോയെങ്കിൽ കാണുകയെ. അപ്പം അങ്ങനെ ആ വെള്ളിയാഴ്ചത്തെ 12 മണി 3 മണി കഴിയുമ്പോഴത്തേക്കിന് സംഭവം പിക്ക് ചെയ്തോളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഗാനങ്ങളെ കുറിച്ചുകൂടെ ഗാനങ്ങൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ബൈജു ധർമ്മജൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് സംഗീതം ചെയ്തേക്കുന്നത്. അദ്ദേഹം വൈപ്പിൻകാരനാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗിറ്റാറിസ്റ്റിനുള്ള JD അവാർഡ് 2 പ്രാവശ്യം വാങ്ങിയ ഒരാളാണ്. റോക്ക് മ്യൂസിക്കാണ്, അതുകൊണ്ടാണ് ഒരു സാധാരണ മലയാള സിനിമാ പ്രേക്ഷകന് ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ അറിയാത്തത്. റോക്ക് മ്യൂസിക്കാണ്, ഇന്ത്യൻ റോക്ക് മ്യൂസിക്കിലെ ഒരു ഗിറ്റാറിസ്റ്റാണ് അദ്ദേഹം. അപ്പം അദ്ദേഹമാണെങ്കിൽ മദർ ജെയിൻ എന്ന് പറഞ്ഞ ഒരു ബാൻഡിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം അതിൽ നിന്ന് മാറിയിട്ട് ബൈജു ധർമ്മജൻ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെമ്പാടും ധാരാളം പ്രോഗ്രാം ചെയ്യുന്ന ഒരു ബാൻഡിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ് നമ്മുടെ ഈ പടം എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ 97 2015 ഇങ്ങനെ കഥ മാറി പോകുന്നുണ്ട്, 2 കാലഘട്ടം. അപ്പോൾ നമുക്ക് ആ മ്യൂസിക്കിനകത്താണെങ്കിൽ തന്നെയും വളരെയധികം വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഇലക്ട്രോ ഉപയോഗിച്ചിട്ടുണ്ട്, ടെക്നോ ഉപയോഗിച്ചിട്ടുണ്ട്, റോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതേസമയം വളരെ പരമ്പരാഗതമായ മ്യൂസിക് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും എല്ലാം വരുന്നത് തന്നെ. പിന്നെ മഴയുടെ ചെറുകടി മേളോ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, അത് രചിച്ചിരിക്കുന്ന S രമേശൻ നായർ സാറാണ്. എനിക്ക് വളരെയധികം ബഹുമാനമുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. പിന്നെ നമ്മൾ ഉപയോഗിച്ചേക്കെന്ന് പറഞ്ഞാൽ സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, പഴയൊരു പാട്ടാണത്. അത് നമ്മൾ ഈ സിനിമയിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആദ്യമേ പ്ലാൻ ഇല്ലായിരുന്നു, പിന്നെ എഴുതി വന്നപ്പോൾ ഒരു പാട്ട് എഴുതിയിട്ട് അത് ഞാൻ തന്നെയാണ് എഴുതിയത്. അത് എഴുതിയിട്ട് അത് നമ്മൾ എൻകാർഡ്സിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നതല്ല, എൻകാർഡ്സിൻ്റെ ദൈർഘ്യം വന്നപ്പോൾ അവിടെ ഒരു പാട്ടിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് കണ്ടപ്പം അത് ഏറ്റവും ഒടുവിൽ നമ്മൾ തുന്നിച്ചേർത്ത ഒരു ഭാഗമായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് പാട്ടുകളുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ മാത്രം കടന്നു പോകുന്ന 2-3 രംഗങ്ങളുണ്ട് ഇതിനകത്തെ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളങ്ങനെ സംഗീതം. ഛായാഗ്രഹണം അഖിൽ ശശിധരൻ. അഖിലിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് വർക്കാണിത്. അഖിൽ ബോംബെ ബേസ്ഡ് ആണ്. ഇപ്പം ജയേഷ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പം 7000 കണ്ടി നോട്ട് 24 അതൊക്കെ ചെയ്ത ശ്രീ ജയേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആദ്യത്തെ വർക്കാണ്. പിന്നെ ഞാനിപ്പം എഡിറ്റ് ചെയ്തേക്കുന്നത് ജിതിൻ മോഹൻ എന്ന് പറഞ്ഞ ഒരു ആദ്യത്തെ പടമാണ്, ജിതിൻ്റെ ആദ്യത്തെ വർക്കാണ്. അതുപോലെ തന്നെ ആർട്ട് ചെയ്തേക്കുന്ന അരുണിൻ്റെ ആദ്യത്തെ വർക്ക്. പിന്നെ അതിനകത്ത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന ഒരാളെന്ന് പറയുന്നത് റഷീദൊക്കെയാണ്. മേക്കപ്പ്
അദ്ദേഹം വളരെ കാലമായിട്ട് മലയാള സിനിമയിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സീനിയർ സീനിയറായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നെ ഞങ്ങളെ സഹായിച്ച ആളെന്ന് പറയുന്നത്. അടുത്ത ആഴ്ച തിയേറ്ററുകളിലെത്തുന്ന മാനസാന്തരപ്പെട്ട ST എന്ന ചിത്രത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇന്ന് സിനിമയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. പ്രേക്ഷകരോടായി എന്താണ് സംവിധായകന് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യ സിനിമയാണിത്. ഇത് കണ്ട് നിങ്ങൾ വിലയിരുത്തണമെന്നും നല്ല രീതിയിലുള്ള എന്താ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല രീതിയിലുള്ള വാക്കുകൾ മറ്റുള്ളവരോട് പറയണമെന്നും മാത്രം അപേക്ഷിക്കുന്നു. വളരെ നന്ദി. പുതുതായി റിലീസിനെത്തുന്ന ചിത്രങ്ങളിലെ വിശേഷങ്ങളും വാർത്തകളുമായി എത്തുന്ന ഇന്നത്തെ സിനിമ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ റിലീസിംഗ് ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപമായി എത്തും വരെ നന്ദി, നമസ്കാരം.